ഹായ് ഫ്രണ്ട്സ്, വിഭൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് LDC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10. 1857 മെയ് 10. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തി. ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. കലാപത്തിന് തുടക്കം കുറിച്ചതാരാണ്? ശിപ്പായികൾ. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കാനിടയായ സംഭവം. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കാൻ കാരണമായ സംഭവം എന്താണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകാനിടയായ കാരണങ്ങൾ സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത്. തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിട്ട് അവഹേളനം. പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനു നേരെ വെടിയുതിർത്ത ബംഗാളിലെ ബാരക്പൂരിൽ നിന്നുള്ള സൈനികനാരാണ്? മംഗൽ പാണ്ഡെ. 1857 വിപ്ലവത്തിലെ നേതാക്കൾ. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസി റാണി ലക്ഷ്മിഭായ്. ലക്നൗ ബീഗം ഹസ്രത് മഹൽ. കാൺപൂർ നാനാ സാഹബ് താന്ത്യ തോപ്പി. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃപരമായ പങ്ക് വഹിച്ചത്. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃപരമായ പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ. എവിടെയാണ്? ബോംബെ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്ര പേർ? 72 പേർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ബംഗാൾ വിഭജനം നടത്തിയ വർഷം. 1905. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരം. സ്വദേശി സമരകാലത്ത് ആരംഭിച്ച കമ്പനികൾ ഏതൊക്കെ? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. എവിടെയാണ്? മഹാരാഷ്ട്ര. ബംഗാളി കെമിക്കൽ സ്റ്റോർ, ബംഗാൾ.
സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്. ഏതൊക്കെ? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്ര, ബംഗാളി കെമിക്കൽ സ്റ്റോർ ബംഗാൾ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം തൂത്തുക്കുടി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചതാരാണ്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് വി.ഒ. ചിദംബരം പിള്ള. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം കമ്പനി ആരംഭിച്ചത്. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം കമ്പനി ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ്? വി.ഒ. ചിദംബരം പിള്ള. ബംഗാൾ വിഭജനം നടത്തിയ സമയത്തെ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. കപ്പിലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കപ്പിലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ള. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകൾ? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകൾ? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിനെ ഇന്ത്യയുടെ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ബാലഗംഗാധര തിലകിനെ ഇന്ത്യയുടെ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? വാലന്റിൻ ഷിറോൾ. ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ആരൊക്കെയാണ്? ലാലാ ലജപത് റായ്, ബാലഗംഗാധര തിലക്, വിപിൻ ചന്ദ്രപാൽ. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.